ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂർ ആണ്. അപ്പം എല്ലാവരും കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹോം ടൂർ ഇടണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഇപ്പോഴാണ് അതിന് ഒരു സമയം കിട്ടിയത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹോം ടൂറിലേക്ക് സ്വാഗതം. നേരത്തെ നമ്മുടെ അൺഫർണിഷ്ഡ് ആയിട്ടുള്ള ഹോം ടൂർ കണ്ടവർക്കറിയായിരിക്കും ഈ സോഡും ഗരാഹലും ഒന്നും നേരത്തെ ഇല്ലായിരുന്നു. അതൊക്കെ ഈ സമ്മറിലെ ഒരു പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വീട് അതിവിടെ നേരത്തെ ഇല്ലായിരുന്നു. അതും ഒരു 4 മാസം കൊണ്ട് അവർ പണിഞ്ഞു തീർന്നതാണ്. ഇപ്പം നമ്മൾ വീടിൻ്റെ റൈറ്റ് സൈഡിലാണ് അതാണ് നമ്മുടെ AC, ആ ബോക്സ് പോലെയുള്ള ഐറ്റം. അപ്പോൾ AC ഒക്കെ നമ്മൾ ഈ സമ്മറിലാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഈ കാണുന്നതാണ് ഡ്രൈവേയും ഗരാജിലേക്കുള്ള എൻട്രൻസും. ഇനി നമ്മൾ കാണുന്നത് വീടിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഈ റൈറ്റും ലെഫ്റ്റും ഒക്കെ പറയുന്നത് ഞാൻ എൻ്റെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതനുസരിച്ചാണ് കേട്ടോ. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീടിൻ്റെ റൈറ്റും മറ്റേ നേരത്തെ കാണിച്ച വീടിൻ്റെ ലെഫ്റ്റ് സൈഡുമാണ്. എന്തായാലും കൂടുതൽ കൺഫ്യൂഷനൊന്നും വേണ്ട, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതാണ് ബേസ്മെൻറ്റിലേക്കുള്ള സൈഡ് എൻട്രൻസ്. ഈ കാണുന്നതാണ് ഫെൻസിൻ്റെ ഡോറ്. ഇത് നമ്മളുടെ ബാക്ക് സൈഡിൽ, വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അൺഫർണിഷ്ഡ് വീഡിയോ കാണാത്തവർക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, പിന്നെ സമയം പോലെ കണ്ടാൽ മതി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഡും ഈ ഡെക്കും ഒക്കെ ഈ സമ്മറിലെ പരിപാടിയായിരുന്നു. ഒരു ഗാർഡനായിട്ട് ഫുള്ള് സെറ്റ് ചെയ്തോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് പറയുകയാണ്, അതെൻ്റെ ഹസ്ബൻഡാണ് അവിനാശ് ചേട്ടൻ. പുള്ളി അവിടെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാ വീഡിയോയിലൊന്നും ചേട്ടനെ കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. ഞാനിങ്ങനെ ചുമ്മാ ചേട്ടൻ്റെ അടുത്ത് കോമഡി ആയിട്ട് പറയും, ചേട്ടൻ വന്നിട്ട് ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി, സ്റ്റുഡൻറ്റ് ലൈഫ് തൊട്ട് കനേഡിയൻ സിറ്റിസൺ വരെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഹിറ്റാവും എന്നൊക്കെ നമ്മൾ കോമഡിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എന്തായാലും ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് കാനഡയിൽ ജോലി കണ്ടുപിടിച്ചത്, എൻ്റെ സ്ട്രഗിൾസ്, അതെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഗാർഡനിലേക്ക് തിരിച്ചു വരാം. ഈ സൈഡിൽ കിടക്കുന്ന വൈറ്റ് റോക്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ചെടികളൊക്കെ വെക്കണം. അത് അടുത്ത സമ്മറിലെ പരിപാടിയാണ്. അങ്ങനെ വീടിൻ്റെ ഔട്ട്സൈഡ് ടൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻസൈഡ് ടൂർ എന്താണെന്ന് കാണാം. എൻട്രൻസിലായിട്ട് ഷൂ ബെഞ്ചും ഇൻഡോർ പ്ലാന്റുമാണ് ഉള്ളത്. അതുപോലെ ഗസ്റ്റൊക്കെ വന്നാൽ ഷൂസൊക്കെ ഊരിയിട്ട് റാക്കിൽ വെക്കാവുന്ന ടൈപ്പ് ഷൂ ബെഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ മിക്കുള്ള ഫർണിച്ചറും ഐക്യ, ബ്രിക്ക്, വേഫെയർ അതുപോലെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ഫ്രണ്ടിൽ കണ്ടേക്കുന്ന ഷൂ ബെഞ്ച് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ജാക്കറ്റൊക്കെ വെക്കുന്ന ക്ലോസറ്റാണ്. അത് കാണുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഈ എൻട്രൻസ് ഡോർ ഒന്ന് കണ്ടേക്കാം. അത് ഗരാജിലേക്കുള്ള ഡോറാണ്. ഗരാജ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നതേ ഉള്ളൂ. ബിക്കോസ് നെക്സ്റ്റ് ഇയറിലേക്ക് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിക്ക് കാണിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ കാറിൽ നിന്ന് തന്നെ ഈ വെളിയിൽ കാണുന്ന ഗരാജ് ഡോറ് ഓപ്പണും ക്ലോസിങ്ങും ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ജാക്കറ്റ് ക്ലോസറ്റിലേക്ക് വരാം. ഇവിടെയായിട്ട് നമ്മുടെ ജാക്കറ്റ്, ക്യാപ്പ്, ഷൂസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത്. ഇവിടെ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പീസസ്, വേസസ് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മേടിച്ചേക്കുന്നത് ഹോം സെൻസിൽ നിന്നാണ്. ബാക്കി മിക്കുള്ളതും മേടിച്ചേക്കുന്നത് ഐക്യ എന്നൊക്കെയാണ്. ഈ സൈഡിൽ കാണുന്നത് പൗഡർ റൂം അഥവാ ഹാഫ് ബാത്താണ്. അത് നമുക്ക് ഈ ഫ്ലെക്സ് റൂം കണ്ടതിന് ശേഷം കാണാം. സോ ഇവിടെയായിട്ടാണ് എൻ്റെ ഒഫീഷ്യൽ വർക്ക് സ്പേസും അതുപോലെ തന്നെ പൂജാ മുറിയും സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നമ്മൾ രണ്ടുപേരും വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ബോറടിക്കുമ്പോൾ നമ്മൾ ഓഫീസ് സ്പേസ് മാറി യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പം മോഷൻ ഗ്രേഡ് ഡെസ്ക്കാണ്, സ്റ്റാൻഡിങ് ഡെസ്ക്കാണ് രണ്ടുപേരും യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൗഡർ റൂം അഥവാ ഹാഫ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കണ്ടല്ലോ അല്ലേ? ഈ വീഡിയോയ്ക്ക് വേണ്ടി എവിടോ കിടന്ന ഗിംബലൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മെയിൻ കിച്ചനാണ്. അപ്പോൾ ഈ കാണുന്ന കൗണ്ടർ ചെയേഴ്സ് നമ്മൾ ബ്രിക്കിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വീടിൻ്റെ മൊത്തം ഒരു തീമെന്ന് പറയുന്നത് വൈറ്റും ബ്ലാക്കും ആണ്.
എൻ്റെ ഡൗൺ ടൗൺ ടൊറൻറ്റോയിൽ ഞങ്ങൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്ന ഒരു തീമും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഈ വൈറ്റ് കൗണ്ടേഴ്സ് ഇത്ര ക്ലീനായിട്ട് വെക്കുന്നതെന്ന്. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ പ്ലേസൊക്കെ ഇത്രയും ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. ഇവിടെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധൻ, ബാംബൂ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന കട്ടിംഗ് ബോർഡ്സ് അത് വെറും ഷോയ്ക്ക് വെച്ചേക്കുന്ന ഐറ്റംസാണ്. അതെനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു ഷോയ്ക്കൊരു സാധനം വെക്കണമെന്ന്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കിച്ചൺ, മെയിൻ കിച്ചൺ ഒരു ഷോ കിച്ചണാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇവിടെ ഞങ്ങൾ അധികം കുക്ക് ചെയ്യാറില്ല. ഞാനത് 1 മിനിറ്റ് ഇപ്പം കാണിച്ചു തരാം എന്താ കാരണമെന്ന്. ഒണ്ടാരിയോയിൽ നിന്നപ്പോൾ ഞാൻ പല വീടുകളിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ വന്നപ്പം കണ്ടത്. അതാണ് സ്പൈസ് കിച്ചൺ. നമ്മുടെ നാട്ടിലെ ഒരു സെക്കൻഡ് അടുക്കള കൺസെപ്റ്റാണ്. പക്ഷെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പാൻട്രി ഏരിയാസൊക്കെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നമ്മുടെ പഴയ അൺഫർണിഷ്ഡ് വീഡിയോ കണ്ടവർക്കറിയാം, ഇവിടെ ഈ പ്ലേസിൽ പൊസിഷനിൽ ഇലക്ട്രിക് സ്റ്റൗ ആയിരുന്നു. ഞങ്ങളത് മാറ്റിയിട്ട് ഗ്യാസ് സ്റ്റൗ ആക്കി. എന്തായാലും അതൊരു അടിപൊളി തീരുമാനമായിരുന്നു. മസാലകളൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ച് രീതിക്കൊക്കെ ലേബലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊരു ഓപ്പൺ കൺസെപ്റ്റാണ്. മെയിൻ കിച്ചണും ഡൈനിങ് റൂമും ലിവിങ് റൂമും ഒക്കെ ഒരു ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു തീമാണ്. അപ്പോൾ മെയിൻ കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ ഡിഷ് വാഷർ ഇരിക്കുന്നത്. നമ്മുടെ അവിടെ നിന്നുള്ള പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചാണ് കഴുകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് കളറിലെ സിങ്കാണ് കൊടുത്തിരുന്നത്. അത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഡൈനിങ് റൂമിലേക്ക് പോകാം. ഇത് നമ്മൾ ഐക്കയിൽ നിന്ന് വാങ്ങിയ ടേബിളും അതുപോലെ ചെയർ ബ്രിക്കിൽ നിന്നുമാണ് വാങ്ങിച്ചത്. നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഈ വുഡ് ടേബിൾ. എനിക്കാണെങ്കിൽ വുഡ് ടേബിൾ വേണം, അതിന് ബ്ലാക്ക് ലെഗ്സ് തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ ഈ വാളിൽ കാണുന്ന പിക്ചർ ഫ്രെയിം മോൾഡിങ്, ഇത് സമ്മറിലുള്ള നമ്മുടെ ഒരു കലാസൃഷ്ടിയാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റോബോട്ട്സിനെ കാണാം. അത് വാക്യൂം ചെയ്യാനും ഒരു റോബോട്ടുണ്ട്, മോപ്പ് ചെയ്യാനും ഉണ്ട്. അവരൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ തട്ടിയും മുട്ടിയും ക്ലീൻ ചെയ്തെടുക്കുക പോകുന്നുണ്ട്. സോ ഗൈസ്, ഇതാണ് ലിവിങ് റൂം. ഈ ലിവിങ് റൂമിൽ കാണുന്ന എല്ലാ ഫർണിച്ചറും നമ്മൾ ഐക്കയിൽ നിന്ന് മേടിച്ചതാണ്. കാർപ്പറ്റ് ഹോം സെൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. സോ നേരത്തെ പറഞ്ഞത് തൊട്ട് വീട് ഒരു വൈറ്റും ബ്ലാക്കും തീമിൽ പോകുന്നുണ്ട്. അതുമായിട്ട് ചേർന്ന ഒരു കളേഴ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഒരു മിനിമലിസ്റ്റിക്, ഒരു മോഡേൺ ലുക്ക് വേണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹമുള്ളത്. ആ കാണുന്ന ഡോറ് ബേസ്മെൻറ്റിലേക്കുള്ളതാണ്. സോ നേരത്തെ അൺഫർണിഷ്ഡ് വീഡിയോ ഇട്ടതുപോലെ തന്നെയാണ് ഇപ്പോഴും ബേസ്മെൻറ്റ് ഇരിക്കുന്നത്. പ്രത്യേകിച്ചൊരു വ്യത്യാസം അവിടെ വന്നിട്ടില്ല. ആകെ ഉള്ളത് വാട്ടർ സോഫ്റ്റ്നർ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പം ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹോം ടൂറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കണ്ടത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. കയറി വരുമ്പോഴേ നമ്മൾ കാണുന്നത് ബോണസ് റൂമാണ്. ബോണസ് റൂം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു TV റൂം പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സോഫ എന്ന് പറയുന്നത് ഐക്കയിലെ 2 കോർണറായിട്ടുള്ള സോഫ ബെഡ് ചേർത്താണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം ഇവിടെ ഒരു 8 പേർക്ക് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കാണാനും പറ്റും. അതുപോലെ കിടക്കണമെന്നുള്ള സോഫ ബെഡ് ആയതുകൊണ്ട് 4 പേർക്ക് അടിപൊളിയായിട്ട് കിടന്ന് നമുക്ക് TV കാണാനും പറ്റും. പിന്നീട് അത് മാത്രമല്ല, ഡ്രയറിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഈ സോഫയെ കൊണ്ടുവന്ന് ഇടും. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പിന്നെ തുണിയൊക്കെ മടക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമ കണ്ടുകൊണ്ട് തുണി മടക്കാനും പറ്റും. സോ ഗായ്സ്, ഇവിടെയായിട്ട് ഒരു മിററും അതുപോലെ തന്നെ ബുദ്ധൻ്റെ പീസും കുറച്ച് ക്യാൻഡിലിൻ്റെ പീസൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇവിടെ ആക്ച്വലി ഒരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് കരിഞ്ഞു പോയി, അതുകൊണ്ടത് മാറ്റി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോണ്ട്രി ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനും ഡ്രയറുമാണ് വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഇവിടെ. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലോസറ്റിൻ്റെ അകത്ത് നമ്മൾ വെച്ചേക്കുന്നത് കുറച്ച് ബെഡ്ഷീറ്റും അങ്ങനത്തെ വേറെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളുമാണ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചേട്ടൻ്റെ ഓഫീസ് സ്പേസ് ആണ്. ഓഫീസ് സ്പേസ് അല്ല, ഓഫീസ് റൂം എന്ന് പറയാം. ഇതൊരു റൂമിൻ്റെ സെറ്റപ്പാണ്. ഇത് പുള്ളിയുടെ വർക്കൗട്ട് മീൻസ് ബോഡി വർക്കൗട്ടിൻ്റെ എന്തോ പുഷപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ഐറ്റമാണ്. എക്യുപ്മെൻ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും ഓഫീസ് ഡെസ്ക് മോഷൻ ഗ്രേഡ് സ്റ്റാൻഡിങ് ഡെസ്ക് ആണ്. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇരുന്നും നിന്നും ഒക്കെ വർക്ക് ചെയ്യാം. ഞാൻ പറയുന്ന IT ഫീൽഡിലുള്ളവർക്ക് ഇങ്ങനെ ഒരു ഡെസ്ക് ഭയങ്കര ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റൂമിലും ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് ആണുള്ളത്. ഇവിടെ ഈ ക്ലോസറ്റിൻ്റെ അകത്ത് നമ്മൾ വെച്ചേക്കുന്നത് ഫുള്ള് പെട്ടികളാണ്. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും കാണുന്നില്ല. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. ഇതാണ് വേറൊരു ഗസ്റ്റ് റൂം എന്ന് പറയുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് മാസ്റ്റർ റൂമിനെക്കാട്ടിലും വലുതായിട്ടാണ് തോന്നുന്നത്. ഇവിടെ കാണുന്ന ഈ ബെഡ് നമ്മൾ ഐക്കയിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടുത്തെ മിക്കുള്ള സാധനങ്ങളും ഐക്കയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഈ ബെഡ് നമ്മളുടെ കയ്യിൽ നേരത്തെ തൊട്ടേ ഉണ്ട്. മാട്രസ് നമ്മൾ ബ്രിക്കിൽ നിന്നാണ് മേടിച്ചത്. ഈ സൈഡിൽ കാണുന്ന 2 സൈഡ് ടേബിൾസ് അത് നമ്മൾ വേഫെയറിൽ നിന്നാണ് മേടിച്ചത്. നമ്മൾ ഫർണിച്ചറെല്ലാം കുറച്ചായിട്ട് വാങ്ങിച്ചിട്ട് അസംബിൾ ചെയ്യുകയായിരുന്നു ചെയ്യുന്നത്. ഇതെല്ലാം അസംബിൾ ചെയ്തെടുക്കണ്ടേ, എല്ലാം ഒറ്റയടിക്കൊന്നല്ല മേടിച്ചത്. പതുക്കെ ആയിട്ടാണ് ഓരോന്നും സെറ്റ് ചെയ്തെടുത്തത്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഫർണിച്ചർ എല്ലാം അസംബിൾ ചെയ്തത് അവിനാശേട്ടനാണ്. ഞാൻ വെറും ഹെൽപ്പർ മാത്രമായിരുന്നു. പക്ഷെ ഞാനാണ് ഇത് മൊത്തം ഓർഗനൈസ് ചെയ്ത് വൃത്തിക്ക് വെച്ചേക്കുന്നത്. ഈ റൂമിനും ഒരു വാക്കിൻ ക്ലോസറ്റ് ആണ് ഉള്ളത്. റൂമിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാം. അതുകൊണ്ടാണ് നമ്മൾ വാക്കിൻ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ഇവിടെയായിട്ട് കാണുന്ന റിംഗ് ലൈറ്റ്സ് അത് ഞാൻ എപ്പോഴെങ്കിലും യൂട്യൂബിന് വേണ്ടി ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചേക്കോ, ഇതുവരെയായിട്ടും യൂസ് ചെയ്തിട്ടില്ല. ഇനി ഈ 2 റൂമിനും കോമൺ ആയിട്ടുള്ള ബാത്റൂം നമുക്ക് കാണാം. ഒരു ബോഹോ തീമിലുള്ള ഷവർ കർട്ടൻ ആണ് ബാത്ടബിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടെ വരുന്ന എല്ലാവരും ഈ ഷവർ കർട്ടൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചൂസ് ചെയ്ത ഷവർ കർട്ടനാണ്. നേരത്തെ കണ്ട ബോണസ് റൂം അഥവാ TV റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. അതായത് കയറി വരുമ്പോഴേ ലെഫ്റ്റ് സൈഡിലുള്ളതായിരുന്നു മാസ്റ്റർ മുറി. അപ്പോൾ ഞാനത് എല്ലാ റൂമും കാണിച്ചിട്ട് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ റൂമൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ റൂമിലെ എല്ലാ ഐറ്റംസും നമ്മൾ ഐക്കയിൽ നിന്ന് മേടിച്ചതാണ്. ബ്ലൈൻഡ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് ഒരു വീഡിയോ എടുത്തപ്പോൾ അത് അത്ര ക്ലാരിറ്റി വന്നില്ലായിരുന്നു. അപ്പോൾ ഒരൊറ്റ മിനിറ്റ് ഞാനിപ്പം ബ്ലൈൻഡ്സ് പൊക്കിയിട്ട് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മാസ്റ്റർ ബാത്റൂം നമുക്ക് കാണാം. സോ ഇവിടെ ഒരു സ്റ്റാൻഡിങ് ഷവറുണ്ട്, അതുപോലെ ബാത്ത് ടബുണ്ട്. ഒരു ഡബിൾ വാഷ് ബേസിനാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഡോറുകൾ കാണാം. ഇതിനകത്തൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഇനി പോകുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാക്ക് ഇൻ ക്ലോസറ്റിലേക്കാണ് പോകുന്നത്. ഓഫ് കോഴ്സ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയ പോർഷൻ ചേട്ടൻ്റെയും ഈ നേരെ കാണുന്ന ബിഗ് പോർഷൻ എൻ്റെയാണ്. നമുക്ക് ലേഡീസിനാണല്ലോ കൂടുതൽ ഐറ്റംസ് ഉള്ളത്. ജ്വല്ലറി തൊട്ട് എല്ലാം ഉണ്ടല്ലോ, എല്ലാം അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുക. അതിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഹോം ടൂർ ഇപ്പോഴൊന്നും തീരത്തില്ല. ഇനി നമുക്ക് അടുത്ത റൂമിൽ എന്താണെന്ന് നോക്കാം. ഇവിടെയായിട്ട് ഒരു ചെറിയ ടോയ്ലറ്റ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോഫ്റ്റ് ഏരിയ ആണ്. ഇങ്ങനെയുള്ള ഒരു ലോഫ്റ്റ് ഏരിയ ഞാൻ ഇതുവരെയായിട്ടും ഒണ്ടാരിയോയിൽ അങ്ങനെ ഒരു വീടുകളിലും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഷോ ഹോംസ് കാണുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരെണ്ണം ഷോ ഹോമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചേ എന്തായാലും നമുക്ക് ലോഫ്റ്റ് ഏരിയ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോർ വേണമെന്ന്. നമ്മളുടെ ബിൽഡറിൻ്റെ പേര് എക്സൽ ഹോംസ് എന്നാണ്. എന്തുകൊണ്ടാണ് ന്യൂ കൺസ്ട്രക്ഷൻ എടുക്കാനുള്ള കാരണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും തോന്നിക്കാണും.
അപ്പോൾ നമ്മൾ ആക്ച്വലി മൂവ് ചെയ്തത് ടൊറൻറ്റോയിൽ നിന്ന് കാൽഗറിയിലേക്കാണ്. സോ നമുക്ക് ആ ഒരു 1 ഇയർ കൺസ്ട്രക്ഷൻ പീരീഡിൽ ആ മൂവ് ചെയ്യാനുള്ള സമയമൊക്കെ വേണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തത്. ഈ ഒരു പിക്ചർ ഫ്രെയിം ചേട്ടൻ്റെ ഒരു വർക്ക് പ്ലേസിലെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇവിടെ കാണുന്ന മിക്കുള്ള ഫർണിച്ചറും ഈ ലിവിങ് റൂമിൽ കാണുന്ന മിക്കുള്ള ഫർണിച്ചറും നമ്മളുടെ പഴയ ഫർണിച്ചറാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാൻഫിലെ മൗണ്ടെയ്ൻസ് അടിപൊളി വൃത്തിക്ക് കാണാൻ പറ്റും. അത് എത്രമാത്രം വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് ലോഫ്റ്റിലെ റൂം കാണാം. എനിക്ക് ഈ റൂമിൻ്റെ ഷേപ്പ് നല്ല ഇഷ്ടമാണ്. ഒരു കോസി ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മളൊരു ലോ ബെഡാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ റൂഫിൻ്റെ ഷേപ്പൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർ നിന്ന് കഴിഞ്ഞാലും തട്ടല്ലെന്ന് വിചാരിച്ചിട്ട് ലോ ബെഡ് ഒരു കൺസെപ്റ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഫർണിച്ചറെല്ലാം മേടിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും കൂടെ നോക്കാം. പെട്ടെന്നാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഞാൻ പാറ്റിയോ ഡോർ തുറന്നിട്ട് പാറ്റിയോയുടെ വ്യൂ കാണിച്ചില്ല. എന്നാലും സാരമില്ല, ആനന്ദവേള ഉല്ലാസകരമാക്കാൻ വേണ്ടി നെക്സ്റ്റ് സമ്മറിൽ നമുക്ക് പാറ്റിയോ ഫർണിച്ചറൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അപ്പം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. സോ ഈ റൂമിനും ഒരു ക്ലോസറ്റ് ഉണ്ട്. അതാണ് ഈ സൈഡിൽ കാണുന്ന ഡോറ്. അപ്പോൾ അവിടെ നമുക്ക് തുണികളൊക്കെ വെക്കാം. ഇത് വാക്യൂം ക്ലോസറ്റ് അല്ല, ബാക്കിയുള്ള റൂംസ് പോലെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലോഫ്റ്റിലുള്ള വാഷ്റൂമാണ്. ബാത്ത് ടബിലുള്ള ഷവർ കർട്ടൻ എന്ന് പറയുന്നത് ബോഹോ തീമിലുള്ള, നേരത്തെ താഴെ കണ്ടതുപോലെ തന്നെയാണ്. സെയിം വേറൊരു ടൈപ്പ് ബോഹോ തീമിലുള്ള കർട്ടനാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. സോ എന്നത്തെയും പോലെ പറയുന്ന ഡയലോഗാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.